Climate change. Climate change is affecting us and our environment. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെയും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രകൃതിയെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ബട്ട് വാട്ട് ഈസ് ക്ലൈമറ്റ് ചേഞ്ച്? എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ when the climate pattern of a particular region changes. അപ്പോൾ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ when the climate pattern of a particular region changes. ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ആഗോള മാറ്റം ക്ലൈമറ്റുകളിലെ, അതായത് അപ്പോഴുള്ള കാലാവസ്ഥയ്ക്ക് വരുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, സമ്മർ ബിക്കം ഹോട്ടർ. സമ്മർ എങ്ങനെയായിരിക്കും? വേനൽക്കാലം എങ്ങനെയാണ് ഉണ്ടാവുക? ഭയങ്കര ചൂടായിരിക്കും അല്ലേ? ആൻഡ് വിൻറ്റേഴ്സ് കോൾഡർ. വിൻ്റർ ശൈത്യകാലം എങ്ങനെയായിരിക്കും? നല്ല തണുപ്പുമായിരിക്കും. അപ്പോൾ ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് പ്രകൃതിയെയും നമ്മളെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ദെൻ വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്? എന്താണ് അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ? ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. റൈസ് ഇൻ ദ എർത്ത്സ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. ഭൂമിയുടെ താപനില വർധനവിനെയാണ് എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ടു സ്റ്റോപ്പ് ദ റൈസ് വി ഹാവ് ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടി, അതിനെ മന്ദഗതിയിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത്. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് ഗ്ലോബൽ വാർമിംഗ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്ലോബൽ വാർമിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെൽ വില്ലി വിച്ച് ചേഞ്ചസ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ ക്യാൻ ഹെൽപ്പ് സ്ലോ ഡൗൺ ഗ്ലോബൽ വാർമിംഗ്. ടേക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കറക്റ്റായിട്ട് ഗ്ലോബൽ വാർമിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്ന പ്രിക്കോഷൻസിലെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നിങ്ങളോട് ടിക്ക് ചെയ്യാനും റോങ് ആയിട്ടുള്ളതിനെ ക്രോസ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. So, first one, we must use a car to go to the neighborhood market. അടുത്തുള്ളൊരു മാർക്കറ്റിലേക്ക് നമ്മൾ നമ്മുടെ കാർ യൂസ് ചെയ്തിട്ട് വേണം പോവാൻ. ദാറ്റ് ഈസ് റോങ്. അതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിനെ കൂട്ടും അല്ലേ? അതായത് പൊല്യൂഷൻ വർദ്ധിപ്പിക്കും. വി മസ്റ്റ് വാക്ക് ടു നിയർ ബൈ പ്ലേസസ്. നമ്മൾ തീർച്ചയായും അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ നടന്നു പോകണം. ദാറ്റ് ഈസ് ട്രൂ. അത് നമ്മുടെ ഹെൽത്തിനും അതുപോലെ നമ്മുടെ പ്രകൃതിക്കും പൊല്യൂഷൻ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. തേർഡ് വൺ, വി മസ്റ്റ് യൂസ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട് ആസ് മച്ച് ആസ് പോസിബിൾ. നമ്മൾ കൂടുതലായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ട്സ് നമ്മളോട് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ, നമ്മുടെ സ്വന്തം വാഹനങ്ങൾ നിരത്തിലിറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും? പൊല്യൂഷൻ വർദ്ധിക്കും അല്ലേ? വാഹനങ്ങളുടെ തിക്ക് തിരക്കും കൂടാൻ അത് കാരണമാകും. സോ വി മസ്റ്റ് വാണ്ട് ടു യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്സ്. സോ ഇറ്റ് ഈസ് ട്രൂ. Then fourth one, we must leave the lights and fans switched on when we leave a room. നമ്മളൊരു റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ റൂമിലെ ഫാൻസും ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം പോവാൻ. ദാറ്റ് ഈസ് റോങ്. അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? വി മസ്റ്റ് വാണ്ട് ടു സ്വിച്ച് ഓഫ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ് വെൻ വി ലീവ് ഫ്രം എ റൂം. നമ്മളൊരു റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ റൂമിലെ ഫാനും ലൈറ്റും എല്ലാം എന്ത് ചെയ്യണം? വി വാണ്ട് ടു സ്വിച്ച് ഓഫ്. Then fifth one, we must keep the water running while we soap our hands. നമ്മൾ നമ്മുടെ കൈകൾ വാഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വാട്ടർ അങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കണം. വെള്ളം അങ്ങനെ തുറന്ന് വിട്ടിട്ട് വേണം നമ്മൾ കയ്യിൽ സോപ്പ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് റോങ്. നമ്മളിപ്പോൾ കയ്യിൽ സോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ടാപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സോപ്പ് യൂസ് ചെയ്യാൻ അല്ലേ? ദെൻ സിക്സ്ത് വൺ, we must switch off and unplug electrical gadgets when they are not being used. നമ്മൾ പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യം കഴിഞ്ഞ ശേഷം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അൺപ്ലഗ് ചെയ്യണം, പ്ലഗ് അഴിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ correct statement. So you want to take it. Seventh one, we must conserve rain water. നമ്മൾ എപ്പോഴും റെയിൻ വാട്ടറിനെ സൂക്ഷിക്കണം, കരുതി വെക്കണം എന്നാണ് പറയുന്നത്. So it is a true statement. So you want to take it. Then eighth one, we must
പ്ലാന്റ് മോർ ട്രീസ്. ഒരുപാട് ട്രീസ് ഒക്കെ നമ്മൾ പ്ലാന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ആൾസോ ട്രൂ. സോ സ്റ്റുഡൻസ്, സീസൺസ് ഏതൊക്കെയാണ്? സ്പ്രിംഗ് ഉണ്ടല്ലേ, വസന്തകാലമുണ്ട്. ദെൻ സമ്മർ, വേനൽക്കാലം. മൺസൂൺ ഏതാണ്? വർഷകാലമാണ് അല്ലേ. ദെൻ ഓട്ടം, ശരത്കാലം, ഇല പൊഴിയുന്ന കാലമാണ് ശരത്കാലം. ദെൻ വിന്റർ, ശിശിരകാലം. പ്രിവെൻറ്റ് പൊല്യൂഷൻ. പൊല്യൂഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡോണ്ട് ബൈ പ്രോഡക്ട്സ് ദാറ്റ് കം ഇൻ aerosol spray cans. For example, air fresheners, insecticides and deodorant. അതായത് നമ്മൾ എയറോസോൾ സ്പ്രേ ക്യാൻസിൽ വരുന്ന പ്രോഡക്ട്സുകളായിട്ടുള്ള എയർ ഫ്രഷ്നേഴ്സ്, ദെൻ ഇൻസെക്ടിസൈഡ്സ്, ദെൻ ഡിയോഡറൻറ്റുകളൊന്നും വാങ്ങി യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ യൂസ് നോൺ ടോക്സിക് ക്ലീനിങ് മെറ്റീരിയൽസ്, അതായത് വിഷവസ്തുക്കൾ അടങ്ങാത്ത ക്ലീനിങ് മെറ്റീരിയൽസ് വാങ്ങി യൂസ് ചെയ്യുക. ബൈ ഓർഗാനിക് ഫുഡ്, ജൈവ വസ്തുക്കൾ മാത്രം വാങ്ങി ഉപയോഗിക്കുക. ഓർഗാനിക് ഫുഡ്സ് ആർ those that are grown without using pesticides. പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാതെ വരുന്നവയാണ് ഓർഗാനിക് ഫുഡ്സ്. അതായത് രാസവസ്തുക്കളും കീടനാശിനികളും ഒന്നും യൂസ് ചെയ്യാതെ വരുന്ന ഓർഗാനിക് ഫുഡ്സാണ് നമുക്ക് ഹെൽത്തിന് നല്ലത്. Then don't hang, burst firecrackers or play very loud music. Excessive noise is a form of pollution too. കൂടുതൽ ഉച്ചത്തിലുള്ള ഹോങ്ങുകൾ യൂസ് ചെയ്യാതിരിക്കുക. ദെൻ ഫയർ ക്രാക്കേഴ്സ്, പടക്കങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ദെൻ മ്യൂസിക് ഒക്കെ ഉറക്കെ പ്ലേ ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഒരു തരത്തിൽ എയർ പൊല്യൂഷന് കാരണമാവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാതിരുന്നാൽ we will prevent pollution.